നമ്മൾ ഷൂട്ട് ചെയ്തൊരു ഫൂട്ടേജിൻ്റെ അകത്ത് അൺവാണ്ടഡ് ആയിട്ട് എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, എക്സാമ്പിളായിട്ട് ചുമരിൽ കുറച്ച് ചെളി അല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ, ഇനി അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലാണെങ്കിൽ ടാറ്റു അല്ലെങ്കിൽ പിമ്പിൾസിലെ മോക്കുരു, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. അത് സ്റ്റേബിൾ ആയിട്ടുള്ള ക്ലിപ്പിലാണെങ്കിലും ശരി, മൂവിങ് ആയിട്ടുള്ള ക്ലിപ്പിലാണെങ്കിലും നമുക്ക് ട്രാക്ക് ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാൻ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് വൂൾഫ് VFX സ്റ്റുഡിയോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഈ വീഡിയോയിൽ ഈ ലേഡിക്ക് മോക്കുരു ഉണ്ട്, ഒരു പിമ്പിൾ ഉണ്ട്, കവിളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. കാരണം ഞാൻ ആദ്യം പ്ലേ ചെയ്തത് റിമൂവ് ചെയ്ത ക്ലിപ്പാണ്. ഇനി അവിടെ പിമ്പിളുള്ള ആ ഒരു ക്ലിപ്പ് ഞാൻ ഒന്ന് പ്ലേ ചെയ്യാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റൈറ്റ് സൈഡിൽ കവിളിൽ കണ്ടോ, അവരുടെ ലെഫ്റ്റ് സൈഡിലെ കവിളിൽ കേട്ടോ. ഓക്കെ, അവിടെ ഒരു പിമ്പിൾ കണ്ടോ. ഇതിനെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ അല്ലേ. നമ്മളിത് ഫ്യൂഷൻ്റെ അകത്താണ് ചെയ്യുന്നത്. ഫ്യൂഷൻ നോക്കുമ്പോൾ ഒട്ടും കൺഫ്യൂഷൻ ആവേണ്ട. എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു. അത് മാത്രമല്ല, ഇവിടെ നമ്മൾ ഒരൊറ്റ നോഡ് ഇവിടെ യൂസ് ചെയ്യുന്നുള്ള ഒരു മീഡിയ ഇന്നും ഒരു മീഡിയ ഔട്ടും, അതിൻ്റെ ഇടയ്ക്ക് ഒരൊറ്റ നോഡ് പെയിൻറ് എന്ന് പറഞ്ഞൊരു നോഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നേരെ ഫ്യൂഷൻ ഓപ്പൺ ചെയ്യുക. ഫ്യൂഷൻ്റെ അകത്ത് നമുക്കൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഒരു പെയിൻറ് നോഡ് ആഡ് ചെയ്യണം. അതിന് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മീഡിയ ഇൻപുട്ടില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഷിഫ്റ്റ് സ്പേസ് അടിക്കുക. വിൻഡോസിൽ നമ്മൾ കൺട്രോൾ സ്പേസ് ആണോ എന്നുള്ള കാര്യം കൺഫേം ആക്കുക. എന്നിട്ട് പെയിൻറ് നിന്ന് സെർച്ച് ചെയ്യുക. ഈ ഒരു നോഡ് കാണാൻ പറ്റും. പെയിൻറ് മാസ്ക് എന്നുള്ള മുകളിലൊരു നോഡുണ്ട്, അതല്ല താഴെയുള്ള പെയിൻറ് എന്നുള്ള ഈ ഒരു നോഡിനെ ഇവിടേക്ക് ആഡ് ചെയ്യുക. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് പിമ്പിൾ കാണാൻ വേണ്ടിയിട്ട് ഈ ടൈം ലൈൻ്റെ അകത്ത് പ്ലേ ഹെഡർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും നല്ലപോലെ കാണുന്നൊരു പൊസിഷൻ കണ്ടെത്തിയിട്ട് ഇത്തിരി സൂം ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പെയിൻ നോഡിനൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നേരെ റൈറ്റ് സൈഡിൽ വന്നാൽ ഇൻസ്പെക്ടർ കാണാം അല്ലേ. ഇൻസ്പെക്ടറിൻ്റെ അകത്ത് താഴെ വന്നാൽ അപ്ലൈ മോഡ് കാണാൻ പറ്റും. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കണ്ടോ, ക്ലോൺ എന്നുള്ള ഈ ക്ലോൺ ഒന്ന് ഓപ്പൺ ചെയ്യുക. സിമ്പിൾ അല്ലേ. ഈ ക്ലോൺ ഓപ്പൺ ചെയ്ത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള വ്യൂവറിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ സിംഗിൾ ബ്രഷ് കാണാൻ പറ്റും. 2 ഡബിൾ ബ്രഷ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഫസ്റ്റ് കാണാം. നാലാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബ്രഷാണ്. സിംഗിൾ ബ്രഷ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ബ്രഷിൻ്റെ സൈസും കാര്യങ്ങളും അതുപോലെ സോഫ്റ്റ്നെസ് ഹാർഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. നമുക്ക് വേണ്ട ഒരു സൈസിലേക്ക് കൊണ്ടുവരിക. ഇനി ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ബട്ടൺ വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മൗസിന് ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റിലോട്ട് നീക്കി കഴിഞ്ഞാൽ പോയിന്റർ ചെറുതാവും. അതുപോലെ റൈറ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റർ വലുതാവും. ഓക്കെ അല്ലേ. മൗസ് ക്ലിക്ക് ചെയ്തിട്ട് കേട്ടോ റൈറ്റിലേക്ക് മൂവ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ക്ലോൺ ചെയ്യേണ്ട ഏരിയ സെലക്ട് ചെയ്യണം. അതിന് പിമ്പിൾസിൻ്റെ തൊട്ടടുത്ത് ഏറ്റവും നല്ല ഏരിയ അതാണോ അത് കണ്ടെത്തിയിട്ട് അവിടെ നമുക്ക് ആൾട്ട് ബട്ടൺ അല്ലെങ്കിൽ ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒരു ക്ലിക്ക് ആഡ് ചെയ്യുക, ലെഫ്റ്റ് ക്ലിക്ക്. അപ്പോൾ ആ ഭാഗം സെലക്ട് ആയി അവിടെ ഒരു ഇൻഡു മാർക്ക് കിട്ടും. ശേഷം നമ്മൾ ആൾട്ട് ബട്ടൺ ഓപ്ഷൻ ബട്ടൺ റിലീസ് ചെയ്തിട്ട് മൗസ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ മൗസ് വീല് ഫ്രീ ആയിട്ട് ഒരു റൗണ്ട് വേറെയും കിട്ടും. അവിടെ ഇൻഡു മാർക്ക് അവിടെ ഇരിക്കുകയും ചെയ്യും. ഓക്കെ അല്ലേ. ഇനി നേരെ നമ്മുടെ പിമ്പിളിൻ്റെ മുകളിൽ കൊണ്ടുവരിക, അവിടെ ഒരു ക്ലിക്ക് ഇടുക. ലെഫ്റ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇതേപോലെ മാഞ്ഞു. സിമ്പിൾ അല്ലേ. പക്ഷേ ഇത് നമ്മൾ മൂവിങ് ഇമേജ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചാൽ കണ്ടോ പിമ്പിള് അവിടുന്ന് പോയിട്ട് വേറൊരു ഏരിയയിൽ വരുമ്പോൾ ആ മായ്ച്ച ഒരു മാസ്ക് അവിടെ ഉണ്ടാവില്ല കണ്ടോ, ഇതേപോലെ മൂവ് ചെയ്തു പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഓട്ടോ ട്രാക്കിംഗ് കൂടെ ചെയ്യാനുണ്ട്. ഓട്ടോ ട്രാക്കിംഗ് ചെയ്യാൻ വേണ്ടി വേറെ ട്രാക്കറൊന്നും ആഡ് ചെയ്യേണ്ട. നമുക്ക് ഈ ഒരു ട്രാക്കറിൻ്റെ അകത്ത് തന്നെ ഈ ഒരു വർക്ക് കൂടെ ചെയ്യാൻ പറ്റും. സിമ്പിളാണ്, നോക്കിക്കോ. അപ്പോൾ ഞാൻ ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഫസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ 160ാമത്തെ ഫ്രെയിമാണ്. 160ാമത്തെ ഫ്രെയിമിൽ എന്ത് ചെയ്യണം, ഓപ്ഷൻ ബട്ടൺ അല്ലെങ്കിൽ ആൾട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് വേണ്ട ഏരിയ സെലക്ട് ചെയ്ത് ഇതേപോലെ മായ്ക്കാം. ഓക്കെ അല്ലേ. മായ്ച്ചു. ഇനി എന്ത് ചെയ്യണം എന്നറിയോ, ഇവിടെ ഇപ്പോൾ ഒരു പിമ്പിളും കൂടെ ഉണ്ട് അല്ലേ. നമ്മൾ നയൻതാരക്കൊക്കെ ഉള്ള പോലെ മുകളിലായിട്ടൊരു മുറക് അവിടെ ചുണ്ടിലുണ്ട്. അപ്പോൾ അതും കൂടെ മായ്ക്കണമെങ്കിൽ മൾട്ടി ഒരു പെയിൻറ്റ് ഉപയോഗിക്കണം അല്ലേ. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ ഒരു സിംഗിൾ എങ്ങനെ ട്രാക്ക് ചെയ്ത് എടുക്കാമെന്ന് കാണിക്കാം. ആദ്യം തന്നെ ഈ ഒരു ആരോ മാർക്ക് ഉണ്ടോ, ഈ ആരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ നേരത്തെ ആഡ് ചെയ്ത പിമ്പിൾ ആഡ് ചെയ്ത ഏരിയ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഒരു മാർക്കർ അവിടെ കാണാൻ പറ്റും കണ്ടോ. ഈ ഏരിയയിലാണ് നമ്മൾ പിമ്പിൾ ആഡ് ചെയ്ത്. ഇനി ഇവിടെ വന്ന് ഇവിടെ ഒരു ഐക്കൺ കണ്ടോ, പെയിൻറ്റ് ഗ്രൂപ്പ് എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഗ്രൂപ്പുകൾ കൂടുതൽ നമ്മൾ പോയിന്റുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഗ്രൂപ്പായിട്ട് മാറട്ടെ. ഇവിടെ സിംഗിൾ ആണെങ്കിലും നമ്മൾ ഗ്രൂപ്പ് ആഡ് ചെയ്യണം. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് തന്നെ തിരിച്ചു വരിക. ഇപ്പോൾ നമുക്കിവിടെ സെൻറ്റർ പോയിന്റ് കാണാൻ പറ്റും അല്ലേ. ആ സെൻറ്റർ പോയിന്റിൻ്റെ അകത്ത് നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് മോഡിഫൈ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ട്രാക്കർ പൊസിഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷന് സെലക്ട് ചെയ്യുക. ട്രാക്കർ പൊസിഷൻ സെലക്ട് ചെയ്ത് ഇപ്പോൾ മോഡിഫൈയിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഇല്ലാത്തൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. നേരത്തെ നമുക്ക് ട്രാക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പോൾ മോഡിഫൈ ചെയ്തുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് ഈ മോഡിഫൈ ചെയ്യേണ്ട ഏതിനാണ് ട്രാക്ക് ചെയ്യേണ്ടതെന്നാണ്. ഇനി ഇവിടെ നമുക്ക് ഏത് മീഡിയനാണ് ട്രാക്ക് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കണം. ഈ ഒരു മീഡിയ അല്ലേ, ഒന്നെങ്കിൽ ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. രണ്ടും ഒരേ ഇത് തന്നെയാണ്. ഇവിടെ നമുക്ക് ഇൻ്റലി ട്രാക്ക് എന്നുള്ളത് കൊടുക്കുക, ഇല്ലെങ്കിൽ ട്രാക്ക് പോയിന്റ് കൊടുക്കുക കേട്ടോ. ഇൻ്റലി ഇല്ലാത്തൊരു അവിടെ ട്രാക്ക് പോയിന്റ് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി എന്ത് ചെയ്യുക, ബാക്ക്വേർഡ് ഫോർവേഡ് ഈ ട്രാക്കറിൻ്റെ ഈ ഒരു ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇത് ബാക്ക്വേർഡ് ഫോർവേഡ് ട്രാക്ക് ആവും. ഇപ്പോൾ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ആ ഒരു പിമ്പിൾ എവിടെയായിരുന്നു ഉണ്ടായത്, ആ ഒരു പോയിന്റിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. എന്തെങ്കിലും എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ ഒന്ന് മാറ്റി പോയിന്റ് സെലക്ട് ചെയ്ത് ഒന്ന് ട്രാക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലിപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ ട്രാക്ക് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ കറക്റ്റായിട്ട്.
ഓക്കെ, വളരെ സിമ്പിളാണ് അല്ലേ. ഇനി നമുക്ക് ഒരു പിമ്പിളും കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെ മായ്ക്കുക എന്നുള്ളതും കൂടെ നോക്കാം. ഇപ്പോൾ ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കഴിഞ്ഞു. ഇനി ഒരു എക്സ്ട്രാ പിമ്പിൾസ് 1 2 3 പിമ്പിൾസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ മായ്ക്കുക എന്നുള്ളത് നോക്കാം അല്ലേ. ഈ ഒരു എക്സാമ്പിളിൻ്റെ അകത്ത് നമുക്ക് ഒന്ന് കൂടുതൽ പിമ്പിൾസ് ഉള്ളതുകൊണ്ട് 3 പെയിൻ നോഡുകൾ ആഡ് ചെയ്യുക. ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, പെയിൻറ്റും സെർച്ച് ചെയ്യുക, 3 പെയിൻ നോഡുകൾ ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ മായ്ക്കുക. ഓരോന്നിനെ സെലക്ട് ചെയ്യുക, ട്രാക്ക് ചെയ്യുക. സെപ്പറേറ്റ് ഓരോന്നിന് നേരത്തെ ചെയ്ത പോലെ സെലക്ട് ചെയ്ത് ട്രാക്ക് ചെയ്യുക, അതിന് മോഡിഫൈ ചെയ്യുക. ഈ 3 എണ്ണം കൂടെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ 3 പിമ്പിൾസും മാഞ്ഞു പോയിട്ടുണ്ടാകും. കൂടുതൽ പിമ്പിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കൂടുതൽ പെയിൻ നോഡുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതല്ലാത്ത ഒറ്റ പെയിൻ നോഡ് ഉപയോഗിച്ചുകൊണ്ട് ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ഇപ്പം ഞാൻ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ട്രാക്കർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്ന ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവുക കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബോഡിയിലുള്ള ടാറ്റു, വാളിലെ സ്റ്റിക്കർ എല്ലാം റിമൂവ് ചെയ്യാം കേട്ടോ. ഇതിനേക്കാൾ എളുപ്പത്തിൽ വേറെ ഏതെങ്കിലും രീതി ഉണ്ടെങ്കിൽ ആ രീതി പഠിച്ചിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യും. എൻ്റെ ഒരു അറിവിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ, വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, ടെലഗ്രാമിൽ എല്ലാ ജാതി സാധനമുണ്ട്. ഒക്കത്തിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ ഗ്രൂപ്പുകളുണ്ട് പഠിക്കാൻ വേണ്ടി, അതിലും ജോയിൻ ചെയ്യാം. പിന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേജ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.